അകലേക്ക് ഒഴുകിപ്പോകരുത്. നിങ്ങളുടെ ഓട്ടം വിശ്വസ്തയോടെ ഓടിത്തീർക്കുക. ഓരോ സൂര്യോദയവും ദൈവത്തിൽ നിന്നുള്ള ഒരു സമ്മാനമാണ്. അവിടുന്ന് നിങ്ങളെ സൃഷ്ടിച്ച വ്യക്തിയായി മാറാനുള്ള ഒരു പുതിയ അവസരം. ഓരോ പുതിയ ദിവസവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതം അളക്കേണ്ടത് നേട്ടങ്ങൾ, സമ്പത്ത് അല്ലെങ്കിൽ ജനപ്രീതി എന്നിവയാലല്ല, മറിച്ച് ക്രിസ്തുവിനോടുള്ള നമ്മുടെ വിശ്വസ്തതയാലാണ് എന്നാണ്. ഏറ്റവും വലിയ വിജയം നന്നായി ആരംഭിക്കുന്നതല്ല, അത് നന്നായി അവസാനിപ്പിക്കുന്നതാണ്. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസലോനിക്കയിലേക്ക് പോയി. 2 തിമോഥെയോസ് 4:10. പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സങ്കടകരമായ കഥകളിലൊന്നാണ് ദേമാസിന്റെ കഥ. അവൻ പെട്ടെന്ന് പരാജയപ്പെട്ടതുകൊണ്ടല്ല, മറിച്ച് സാവധാനം അകലേക്ക് ഒഴുകിപ്പോയതുകൊണ്ട്. ഒരു ഘട്ടത്തിൽ ഓരോ വിശ്വാസിയും ആഗ്രഹിക്കുന്ന അതേ സ്ഥാനത്തായിരുന്നു ദേമാസ്. അവൻ അപ്പൊസ്തലനായ പൗലോസിനൊപ്പം യാത്ര ചെയ്തു. ദൈവത്തിന്റെ വിശ്വസ്ത ദാസന്മാരോടൊപ്പം ചേർന്ന് ശുശ്രൂഷ ചെയ്തു. അവൻ അത്ഭുതങ്ങൾക്ക് സാക്ഷിയായി, ശക്തമായ പ്രസംഗങ്ങൾ കേട്ടു, സുവിശേഷ വ്യാപനത്തിൽ പങ്കാളിയായി. മനുഷ്യസഹജമായി നോക്കുമ്പോൾ അവന്റെ ഭാവി ശോഭനമായിരുന്നു. എന്നിട്ടും പൗലോസ് പിന്നീട് അഗാധമായ ദുഃഖത്തോടെ എഴുതി, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ ഉപേക്ഷിച്ചു പോയി. ബൈബിൾ ഒരിക്കലും ദേമാസ് ഒറ്റ രാത്രി കൊണ്ട് വിശ്വസിക്കുന്നത് നിർത്തിയെന്ന് പറയുന്നില്ല എന്നത് ശ്രദ്ധിക്കുക. അവന്റെ ഹൃദയം ക്രിസ്തുവിനേക്കാൾ ഉപരിയായി മറ്റൊന്നിനെ സ്നേഹിക്കാൻ തുടങ്ങി എന്ന് മാത്രം. ആത്മീയമായ ഒഴുകിപ്പോക്ക് എപ്പോഴും ആരംഭിക്കുന്നത് അങ്ങനെയാണ്. വളരെ കുറച്ചുപേർ മാത്രമാണ് ഒരു ദിവസം രാവിലെ ഉണർന്ന് ദൈവത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നത്. പകരം അവർ സാവധാനം പ്രാർത്ഥനയെ അവഗണിക്കുന്നു, ബൈബിൾ വായന മാറ്റിവെക്കുന്നു, ആരാധനയ്ക്ക് പകരം വിനോദങ്ങളെ പ്രതിഷ്ഠിക്കുന്നു. ഔദ്യോഗിക ജീവിതം, വിജയം, ബന്ധങ്ങൾ, സമ്പത്ത് അല്ലെങ്കിൽ ആശ്വാസം എന്നിവയിൽ മുഴുകുന്നു. അധികം വൈകാതെ ക്രിസ്തു അവരുടെ ജീവിതത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് നിന്ന് മാറിപ്പോകുന്നു. ഒഴുക്ക് എപ്പോഴും പതുക്കെയാണ്. ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെ നാം അവഗണിച്ചാൽ നമ്മുടെ ഹൃദയങ്ങളും ക്രമേണ ദൈവത്തിൽ നിന്ന് അകന്നു പോകാം. ഏറ്റവും വലിയ അപകടം എന്തെന്നാൽ ഈ ഒഴുകിപ്പോക്ക് തുടക്കത്തിൽ വളരെ സുഖകരമായി തോന്നും എന്നതാണ്. ആദ്യമൊന്നും ഒരു തെറ്റും കാണാനില്ല. ജീവിതം പതിവ് പോലെ തുടരുന്നു. ജോലി കൂടുതൽ തിരക്കുള്ളതാകുന്നു. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നു. സോഷ്യൽ മീഡിയ കൂടുതൽ സമയം കവർന്നെടുക്കുന്നു. ദൈവത്തോടൊപ്പമുള്ള ശാന്തമായ നിമിഷങ്ങൾക്ക് പകരം വിനോദം കടന്നു വരുന്നു. അങ്ങനെ കുറച്ചായി അകലം കൂടുന്നു. ഒരു ദിവസം നാം തിരിച്ചറിയുന്നു, നമ്മൾ ഇപ്പോഴും സഭയിൽ പോകുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിലെ തീക്ഷ്ണത നഷ്ടപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത് നിർത്തിയിരിക്കുന്നു. നമ്മൾ ഇപ്പോഴും ശുശ്രൂഷിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ ആദ്യത്തെ സ്നേഹം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതായിരുന്നു ദേമാസിന്റെ ദുരന്തം. നല്ലൊരു തുടക്കം നല്ലൊരു അവസാനത്തിന് ഉറപ്പ് നൽകുന്നില്ല. പലരും തങ്ങളുടെ ക്രിസ്തീയ യാത്ര ആരംഭിക്കുന്നത് വലിയ ആവേശത്തോടെയാണ്. ഒരു യൂത്ത് ക്യാമ്പ് അവരെ മാറ്റുന്നു. ഒരു റിട്രീറ്റ് അവരെ പ്രചോദിപ്പിക്കുന്നു. ഒരു ശക്തമായ പ്രസംഗം അവരെ ചലിപ്പിക്കുന്നു. മറുപടി ലഭിച്ച ഒരു പ്രാർത്ഥന അവരെ ശക്തീകരിക്കുന്നു. എന്നാൽ ആത്മീയ പക്വത ഒരിക്കലും വൈകാരികമായ അനുഭവങ്ങളാൽ മാത്രം നിലനിർത്താൻ കഴിയില്ല. അത് ക്രിസ്തുവുമായുള്ള പ്രതിദിന കൂട്ടായ്മയിലൂടെയാണ് നിലനിർത്തപ്പെടുന്നത്. ഒരു ഫോൺ ബാറ്ററി ഇന്ന് പൂർണ്ണമായി ചാർജ് ചെയ്തിട്ടുണ്ടാകാം, എന്നാൽ നാളെ അത് ചാർജ് ചെയ്തില്ലെങ്കിൽ അത് ചത്തതുപോലെയാകും. അതുപോലെ ഇന്നലത്തെ പ്രാർത്ഥനയ്ക്ക് ഇന്നത്തെ പോരാട്ടങ്ങളെ താങ്ങാൻ കഴിയില്ല. ഇന്നലത്തെ ആരാധനയ്ക്ക് ഇന്നത്തെ പരീക്ഷകളെ ചെറുക്കാൻ കഴിയില്ല. ഓരോ ദിവസവും ദൈവവുമായി ഒരു പുതിയ ബന്ധം ആവശ്യമാണ്. ദൈവം ആഗ്രഹിക്കുന്നത് എപ്പോഴെങ്കിലുമുള്ള സന്ദർശനങ്ങളല്ല, മറിച്ച് ബന്ധമാണ്. അവിടുന്ന് ആഗ്രഹിക്കുന്നത് പ്രതിദിന കൂട്ടായ്മ, പ്രതിദിന സമർപ്പണം, പ്രതിദിന അനുസരണം, പ്രതിദിന ആശ്രയം. നമ്മുടെ ആത്മീയ ഭാവി രൂപപ്പെടുന്നത് ഒരു വൈകാരിക തീരുമാനത്തിലൂടെയല്ല, മറിച്ച് കാലാകാലങ്ങളായി വിശ്വസ്തയോടെ ആവർത്തിക്കുന്ന ആയിരക്കണക്കിന് സാധാരണ തീരുമാനങ്ങളിലൂടെയാണ്. പ്രാർത്ഥന തിരഞ്ഞെടുക്കുക, ദൈവവചനം തിരഞ്ഞെടുക്കുക, ആരാധന തിരഞ്ഞെടുക്കുക, അനുസരണം തിരഞ്ഞെടുക്കുക, ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കുക. ഈ ചെറിയ തിരഞ്ഞെടുപ്പുകളാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശയായി മാറുന്നത്. നിങ്ങൾ ഒഴുകിപ്പോകും മുൻപ് ഹൃദയത്തെ കാക്കുക. ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും വലിയ അപകടങ്ങളിലൊന്ന് അമിത ആത്മവിശ്വാസമാണ്. പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. 1 കൊരിന്ത്യർ 10:12. കഴിഞ്ഞകാല വിജയങ്ങൾ ഭാവിയിലെ വിശ്വസ്തതയ്ക്ക് ഒരിക്കലും ഉറപ്പു നൽകുന്നില്ല. ദേമാസ് ഒരിക്കൽ പൗലോസിന്റെ കൂടെ നിന്നിരുന്നു. ശിംശോൻ ഒരിക്കൽ ഗസ്സയിലെ പടിവാതിലുകൾ ചുമന്നു മാറ്റിയിരുന്നു.
ശലോമോൻ ഒരിക്കൽ ദൈവത്തിന്റെ ആലയം പണിതിരുന്നു. എന്നിട്ടും അവർ തങ്ങളുടെ ഹൃദയങ്ങളെ സൂക്ഷിക്കുന്നത് നിർത്തിയതുകൊണ്ട് ഓരോരുത്തരും വഴിതെറ്റിപ്പോയി. വിജയം പലപ്പോഴും ഇങ്ങനെ മന്ത്രിക്കും: ഞാൻ ആവശ്യത്തിന് വളർന്നു കഴിഞ്ഞു, ഞാൻ ആവശ്യത്തിന് പ്രാർത്ഥിച്ചു കഴിഞ്ഞു, എനിക്കെല്ലാം അറിയാം. എന്നാൽ ആരോഗ്യകരമായ ആത്മീയതയുള്ള വിശ്വാസികൾ ഒരിക്കലും വളർച്ച നിർത്തുന്നില്ല. പ്രൊഫഷണൽ അത്ലറ്റുകൾ പരിശീലനം തുടരുന്നു. പരിചയസമ്പന്നരായ പൈലറ്റുമാർ തങ്ങളുടെ ഉപകരണങ്ങൾ നിരന്തരം നിരീക്ഷിക്കുന്നു. വിദഗ്ധരായ സംഗീതജ്ഞർ പരിശീലനം തുടരുന്നു. നമ്മൾ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന നിമിഷം വളർച്ച നിലയ്ക്കുന്നു. ആത്മീയമായി വിനയം നമ്മെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നു. ഉപദേശം സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരു ഹൃദയം സുരക്ഷിതമായ ഹൃദയമായിരിക്കും. ദൈവത്തോട് നിങ്ങളുടെ ഹൃദയത്തെ പരിശോധിക്കാൻ അനുവദിക്കുന്നത് ഒരിക്കലും നിർത്തരുത്. നിങ്ങളുടെ ഹൃദയത്തെ കീഴടക്കുന്നതെന്തോ അത് നിങ്ങളുടെ ഭാവിയെ നിയന്ത്രിക്കുന്നു. ലോകം നിരന്തരം നമ്മുടെ ശ്രദ്ധയ്ക്കായി മത്സരിക്കുന്നു. അത് കൂടുതൽ പണം, കൂടുതൽ ഫോളോവേഴ്സ്, കൂടുതൽ അംഗീകാരം, കൂടുതൽ വിജയം, കൂടുതൽ സമ്പത്ത് എന്നിവയിലൂടെ സന്തോഷം വാഗ്ദാനം ചെയ്യുന്നു. എന്നിട്ടും ഓരോ നേട്ടവും മറ്റൊരാഗ്രഹത്തെ മാത്രമാണ് സൃഷ്ടിക്കുന്നത്. ആ ഓട്ടം ഒരിക്കലും അവസാനിക്കുന്നില്ല. യേശു വാഗ്ദാനം ചെയ്യുന്നത് തികച്ചും വ്യത്യസ്തമായ ഒന്നാണ്. അവിടുന്ന് അവനെ തന്നെയാണ് നൽകുന്നത്. ഇന്ന് പലർക്കും ഓൺലൈനിൽ ആയിരക്കണക്കിന് ബന്ധങ്ങളുണ്ടെങ്കിലും അവർ ഏകാന്തത അനുഭവിക്കുന്നു. അവർ നിരന്തരം വിനോദങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെങ്കിലും സമാധാനം അനുഭവിക്കുന്നത് അപൂർവമായാണ്. അവർ ശ്രദ്ധേയമായ ഔദ്യോഗിക വിജയങ്ങൾ നേടുന്നുണ്ടെങ്കിലും ഉള്ളിൽ ശൂന്യതയോട് പോരാടുന്നു. എന്തുകൊണ്ട്? കാരണം മനുഷ്യന്റെ ഹൃദയം ഒരിക്കലും താൽക്കാലികമായ കാര്യങ്ങളാൽ തൃപ്തിപ്പെടാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ല. സൃഷ്ടിച്ച സൃഷ്ടാവിന് മാത്രമേ സൃഷ്ടിയെ തൃപ്തിപ്പെടുത്താൻ കഴിയൂ. ക്രിസ്തു നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രമായിരിക്കുമ്പോൾ മറ്റെല്ലാം അതിന്റെ ശരിയായ സ്ഥാനത്ത് വന്നെത്തും. ഔദ്യോഗിക ജീവിതം അർത്ഥവത്താകും, വിജയം ലക്ഷ്യബോധമുള്ളതാകും, ബന്ധങ്ങൾ കൂടുതൽ ആരോഗ്യകരമാകും, അനുഗ്രഹങ്ങൾ വിഗ്രഹങ്ങളാകാതെ ദൈവത്തിന്റെ ദാനങ്ങളായി മാറും. വിഷയം നമുക്ക് കാര്യങ്ങൾ ഉണ്ടോ എന്നതല്ല, മറിച്ച് ആ കാര്യങ്ങൾ നമ്മെ കീഴടക്കിയിട്ടുണ്ടോ എന്നതാണ്. നിങ്ങളുടെ മുൻഗണനകൾ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം വെളിപ്പെടുത്തുന്നു. ഓരോ ദിവസവും നിങ്ങൾ എന്തെങ്കിലും പണിതുയർത്തുകയാണ്. നിങ്ങളുടെ സമയക്രമം നിങ്ങളുടെ മുൻഗണനകളെ വെളിപ്പെടുത്തുന്നു. നിങ്ങളുടെ മുൻഗണനകൾ നിങ്ങളുടെ ശീലങ്ങളെ രൂപപ്പെടുത്തുന്നു. നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തെ നിർമ്മിക്കുന്നു. നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ ഭാവിയെ നിർണയിക്കുന്നു. ദേമാസിന്റെ പ്രശ്നം അവൻ ശാരീരികമായി പൗലോസിനെ വിട്ടുപോകുന്നതിന് വളരെ മുൻപ് തന്നെ ആരംഭിച്ചതാണ്. അവന്റെ മുൻഗണനകൾ ആദ്യം ആന്തരികമായി മാറിമറിഞ്ഞു. അവന്റെ ഹൃദയം ക്രമേണ നിത്യമായ കാര്യങ്ങളിൽ നിന്ന് താൽക്കാലിക സുഖങ്ങളിലേക്ക് മാറി. പലരും വർഷങ്ങളോളം വിജയത്തിന്റെ ഗോവണിപ്പടികൾ കയറുന്നു. ഒടുവിൽ തങ്ങളത് തെറ്റായ മതിലിലാണ് ചാരി വെച്ചിരുന്നതെന്ന് തിരിച്ചറിയുന്നു. നമ്മുടെ ജോലി, പഠനം, കുടുംബം അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ ഉപേക്ഷിക്കാൻ ദൈവം ഒരിക്കലും നമ്മോട് ആവശ്യപ്പെടുന്നില്ല. അവയൊന്നും അവിടുത്തെ സ്ഥാനത്തെ മാറ്റിസ്ഥാപിക്കാൻ അനുവദിക്കരുത് എന്ന് മാത്രമേ അവിടുന്ന് ആവശ്യപ്പെടുന്നുള്ളൂ. ക്രിസ്തു നമ്മുടെ ജീവിതത്തിന്റെ അരികിലല്ല, കേന്ദ്രത്തിലാണ് ഇരിക്കേണ്ടത്. അവിടുന്ന് നമ്മുടെ ഏറ്റവും ഉയർന്ന മുൻഗണനയാകുമ്പോൾ മറ്റെല്ലാം ശരിയായ സന്തുലിതാവസ്ഥയിലാകാൻ തുടങ്ങും. മുന്നറിയിപ്പ് ലക്ഷണങ്ങളെ അവഗണിക്കരുത്. ദൈവം തന്റെ മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ദാനങ്ങളിൽ ഒന്നാണ് പാപബോധം. ഒരു വാഹനത്തിന്റെ ഡാഷ്ബോർഡിലെ മുന്നറിയിപ്പ് വിളക്ക് പോലെ ഗുരുതരമായ കേടുപാടുകൾ സംഭവിക്കുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവ് സ്നേഹത്തോടെ നമ്മെ ഉണർത്തുന്നു. ആ മുന്നറിയിപ്പിനെ അവഗണിക്കുന്നത് പ്രശ്നത്തെ ഇല്ലാതാക്കുന്നില്ല, അത് വീണ്ടെടുപ്പ് കൂടുതൽ പ്രയാസകരമാക്കുകയുള്ളൂ. യേശു എഫേസൂസിലെ സഭയോട് പറഞ്ഞു, നിന്റെ ആദ്യത്തെ സ്നേഹം നീ വിട്ടുകളഞ്ഞു. അവർ ഇപ്പോഴും ശുശ്രൂഷിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോഴും അധ്വാനിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോഴും സത്യത്തെ പ്രതിരോധിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും അവർക്ക് ക്രിസ്തുവുമായുള്ള ആത്മബന്ധം നഷ്ടപ്പെട്ടിരുന്നു. ദൈവത്തിനു വേണ്ടി തിരക്കിലായിരിക്കുമ്പോൾ തന്നെ ദൈവത്തോടൊപ്പമുള്ള സമയം അവഗണിക്കാൻ സാധ്യമാണ്. പരിഹാരം കൂടുതൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നതല്ല, മറിച്ച് നമ്മുടെ ആദ്യത്തെ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക എന്നതാണ്. നിങ്ങളുടെ ഹൃദയത്തെ പതിവായി പരിശോധിക്കാൻ സമയം കണ്ടെത്തുക. സ്വയം ചോദിക്കുക, കഴിഞ്ഞ വർഷത്തേക്കാൾ ഇന്ന് ക്രിസ്തുവുമായുള്ള എൻ്റെ ബന്ധം ശക്തമാണോ? ദൈവത്തോടൊപ്പമുള്ള സമയത്തെ നിശബ്ദമായി മാറ്റിസ്ഥാപിക്കുന്നത് എന്താണ്? ഏതെല്ലാം ശീലങ്ങളാണ് എന്നെ യേശുവിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത്? ഏതെല്ലാം ശീലങ്ങളാണ് എന്നെ പതുക്കെ അകറ്റുന്നത്? ചെറിയ പ്രതിദിന തിരുത്തലുകൾ വലിയ ആത്മീയ പരാജയങ്ങളെ തടയുന്നു.
തിരുവചനം എപ്പോഴും പഠിപ്പിച്ച കാര്യങ്ങളെ ശാസ്ത്രവും സ്ഥിരീകരിക്കുന്നു. അപ്പപ്പോഴുള്ള പ്രചോദനങ്ങളെക്കാൾ നിരന്തരമായ ശീലങ്ങളാണ് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് എന്ന് ആധുനിക ഗവേഷണങ്ങൾ ആവർത്തിച്ചു തെളിയിക്കുന്നു. ഒരു പുതിയ തുടക്കത്തിന്റെ ആവേശം പ്രതിദിന അച്ചടക്കത്തിന്റെ പിന്തുണയില്ലെങ്കിൽ പെട്ടെന്ന് മങ്ങിപ്പോകും. തൽക്ഷണ സുഖങ്ങൾ മാറ്റിവെക്കുന്നതിനെക്കുറിച്ച് ഡിലേയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ പഠിക്കുന്ന ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ദീർഘകാല ലക്ഷ്യങ്ങൾക്കായി താൽക്കാലിക സുഖങ്ങൾ ത്യാഗം ചെയ്യാൻ തയ്യാറുള്ള ആളുകൾ പലപ്പോഴും ജീവിതത്തിൽ വലിയ സംതൃപ്തിയും ശക്തമായ ബന്ധങ്ങളും ശാശ്വതമായ വിജയവും അനുഭവിക്കുന്നു എന്നാണ്. വേദപുസ്തകം നൂറ്റാണ്ടുകളായി ഈ തത്വം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വസ്തത കെട്ടിപ്പടുക്കുന്നത് ഓരോ ദിവസവും ഓരോ പടിയായാണ്. അനുസരണം സ്വഭാവമായി മാറുന്നു. സ്വഭാവം ഭാവിയെ രൂപപ്പെടുത്തുന്നു. ന്യൂറോ സയൻസ് ഇതിനെ ശീലരൂപീകരണം എന്ന് വിളിക്കുമ്പോൾ തിരുവചനം അതിനെ ആത്മീയ വളർച്ച എന്ന് വിളിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നത് നാടകീയമായ നിമിഷങ്ങളിലൂടെ മാത്രമല്ല, ആവർത്തിച്ചുള്ള അനുസരണ പ്രവർത്തികളിലൂടെയുമാണ്. വിശ്വസ്തയോടെ അവസാനിപ്പിക്കുക. ഓരോ തലമുറയും ഒരു പ്രധാന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടതുണ്ട്. എന്റെ ജീവിതത്തെ നിർണയിക്കുന്നത് എന്തായിരിക്കും? ജനപ്രീതിയോ അതോ ലക്ഷ്യമോ? ആശ്വാസമോ അതോ വിളിയോ? താൽക്കാലികമായ കയ്യടികളോ അതോ നിത്യമായ പ്രതിഫലമോ? ലോകം പ്രശസ്തിയെ ആഘോഷിക്കുന്നു. ദൈവം വിശ്വസ്തതയെ വിലമതിക്കുന്നു. ലോകം ബാഹ്യമായ ദൃശ്യതയ്ക്ക് പ്രതിഫലം നൽകുന്നു. ദൈവം അനുസരണത്തിന് പ്രതിഫലം നൽകുന്നു. ലോകം പെട്ടെന്നുള്ള വിജയത്തിന് പുറകെ ഓടുന്നു. ദൈവം നിത്യമായ പ്രതിഫലങ്ങൾ ഒരുക്കുന്നു. ഒരു ശില്പി ഒറ്റ ശക്തമായ അടികൊണ്ട് ഒരു മാസ്റ്റർ പീസ് നിർമ്മിക്കുന്നില്ല. ആയിരക്കണക്കിന് ശ്രദ്ധാപൂർവമായ കൊത്തുപണികളാണ് കല്ലിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഭംഗി സാവധാനം വെളിപ്പെടുത്തുന്നത്. അതുപോലെ ദൈവം തന്റെ ജനത്തെ രൂപപ്പെടുത്തുന്നത് ആയിരക്കണക്കിന് സാധാരണ നിമിഷങ്ങളിലൂടെയാണ്. ഓരോ പ്രാർത്ഥനയും, ചെറുത്തുതോൽപ്പിച്ച ഓരോ പരീക്ഷയും, ചെയ്ത ഓരോ കാരുണ്യ പ്രവൃത്തിയും, അവിടുത്തെ അനുസരിക്കാനുള്ള ഓരോ ശാന്തമായ തീരുമാനവും, അവിടുത്തെ രാജ്യത്തിനായി ചെയ്ത ഓരോ ത്യാഗവും. ഓരോ ദിവസവും പ്രധാനപ്പെട്ടതാണ്. ഓരോ തിരഞ്ഞെടുപ്പും പ്രധാനപ്പെട്ടതാണ്. വിശ്വസ്തത എന്നത് ഒരു നാടകീയ നിമിഷമല്ല. വിശ്വസ്തത എന്നാൽ ജീവിതകാലം മുഴുവൻ ആവർത്തിക്കുന്ന സാധാരണ അനുസരണമാണ്. ജോലി പൂർത്തിയാകുന്നതുവരെ ശില്പിയുടെ കൈകളിൽ തുടരുന്നവർ ക്രിസ്തുവിന്റെ സൗന്ദര്യം പ്രതിഫലിപ്പിക്കും. കുറച്ചു സമയം ശാന്തമായിരുന്ന് നിങ്ങളുടെ ഹൃദയത്തോട് സത്യസന്ധമായി ചോദിക്കുക. 1. ഞാൻ ജീവിക്കുന്നത് ദൈവവുമായുള്ള ഇന്നലത്തെ ബന്ധത്തിലാണോ അതോ ഇന്ന് അവിടുത്തെ പുതുതായി അന്വേഷിക്കുന്നുണ്ടോ? 2. ക്രിസ്തുവിനേക്കാൾ ഉപരിയായി എന്റെ ശ്രദ്ധയെ നിശബ്ദമായി കവർന്നത് എന്താണ്? 3. എന്റെ വിശ്വാസത്തെ ശക്തീകരിക്കുന്ന പ്രതിദിന ശീലങ്ങൾ ഏവയാണ്? 4. എന്റെ ഹൃദയത്തെ പതുക്കെ അകറ്റുന്ന ശ്രദ്ധാശൈഥില്യങ്ങൾ ഏവയാണ്? 5. ഞാൻ നിത്യമായ ലക്ഷ്യത്തെക്കാൾ ആവേശത്തോടെ താൽക്കാലിക വിജയത്തിന് പുറകെ ഓടുകയാണോ? 6. ഞാൻ ഇന്ന് ജീവിക്കുന്നത് പോലെ തന്നെ തുടർന്നാൽ 5 വർഷത്തിന് ശേഷം എന്റെ ആത്മീയ ജീവിതം എവിടെയായിരിക്കും? 7. യേശുവിലേക്ക് കൂടുതൽ അടുക്കാൻ ഇന്ന് എനിക്കെടുക്കാവുന്ന ഒരു പ്രായോഗിക തീരുമാനം എന്താണ്? ഓർക്കുക, നിങ്ങൾ ഒരിക്കലും ഒഴുക്കിലൂടെ വിശുദ്ധിയിലേക്ക് എത്തിച്ചേരില്ല. നിങ്ങൾ മനഃപൂർവ്വം ക്രിസ്തുവിനോടൊപ്പം നടക്കുക തന്നെ വേണം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗീയ പിതാവേ, അങ്ങയുമായുള്ള ഒരു ബന്ധത്തിലേക്ക് എന്നെ വിളിച്ചതിനായി ഞാൻ നന്ദി പറയുന്നു. ഈ ലോകത്തിന്റെ താൽക്കാലിക കാര്യങ്ങളിലേക്ക് എന്റെ ഹൃദയം ഒഴുകിപ്പോയ നിമിഷങ്ങളെയെല്ലാം എന്നോട് ക്ഷമിക്കണമേ. ഇന്നലത്തെ അനുഭവങ്ങളിൽ മാത്രം ആശ്രയിക്കാതെ ഓരോ ദിവസവും അങ്ങയെ പുതുതായി അന്വേഷിക്കാൻ എന്നെ സഹായിക്കണമേ. എപ്പോഴും ഉപദേശം സ്വീകരിക്കുന്ന വിശ്വസ്തവും അനുസരണവുമുള്ള ഒരു എളിയ ഹൃദയം എനിക്ക് നൽകണമേ. എന്റെ മനസ്സിനെ ശ്രദ്ധാശൈഥില്യങ്ങളിൽ നിന്ന് കാത്തുകൊള്ളണമേ. അങ്ങയുടെ വചനത്തോടുള്ള എന്റെ സ്നേഹത്തെ വർദ്ധിപ്പിക്കണമേ. താൽക്കാലിക ആശ്വാസത്തെക്കാൾ നിത്യമായ ലക്ഷ്യത്തെ തിരഞ്ഞെടുക്കാൻ എന്നെ സഹായിക്കണമേ. എന്റെ ജീവിതത്തെ പ്രതിദിന അനുസരണത്തിലൂടെ രൂപപ്പെടുത്തണമേ. അങ്ങനെ അവസാനം വരെ വിശ്വസ്തയോടെ നിലനിൽക്കാൻ എനിക്ക് ഇടയാകണമേ. എന്റെ ജീവിതം അങ്ങയെ ബഹുമാനിക്കുന്നതും മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ പിന്തുടരാൻ പ്രചോദനമേകുന്നതും എന്റെ ഓട്ടം സന്തോഷത്തോടെ ഓടിത്തീർക്കുന്നതുമായിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ ചിന്ത: ദൈവത്തിലേക്ക് മടങ്ങിവരാൻ ഒരു ആത്മീയ പ്രതിസന്ധി ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കരുത്. ഇന്ന് തന്നെ ആരംഭിക്കുക. പ്രാർത്ഥനയിൽ ബോധപൂർവം സമയം ചെലവഴിക്കുക.
അവിടുത്തെ വചനം വായിക്കുക. അവിടുത്തേക്കായുള്ള സമയം കവർന്നെടുക്കുന്ന ഒരു ശ്രദ്ധാശൈഥില്യമെങ്കിലും ജീവിതത്തിൽ നിന്ന് മാറ്റുക. ക്രിസ്തുവിനോടൊപ്പമുള്ള നിങ്ങളുടെ നടത്തത്തെ ശക്തീകരിക്കുന്ന ഒരു തീരുമാനമെങ്കിലും എടുക്കുക. കാരണം നിങ്ങളുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഒരു വലിയ തീരുമാനത്തിലൂടെയല്ല, അത് നിർമ്മിക്കപ്പെടുന്നത് നിങ്ങൾ ഓരോ ദിവസവും എടുക്കുന്ന ചെറിയ തിരഞ്ഞെടുപ്പുകളിലൂടെയാണ്. യേശുവിനോട് ചേർന്ന് നിൽക്കുക. സാധാരണ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുക. നിങ്ങളുടെ ഓട്ടം പൂർത്തിയാകുമ്പോൾ അവിടുത്തെ മഹത്വമേറിയ ആ വാക്കുകൾ കേൾക്കാൻ നിങ്ങൾക്കിടയാകട്ടെ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ.